ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു ഗ്ലാസിനെ കുറിച്ചാണ്. അഥവാ ഈ ഒരു ഗ്ലാസ്സിൽ ഇത്ര അളവ് വെള്ളം ഇതിൽ കൊള്ളുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു 100 എം എൽ 200 എം എൽ ഒരു 300 എം എല്ലിൻ്റെ ഒരു ഗ്ലാസ്സാണ് അല്ലെങ്കിൽ ബോട്ടിലാണ് ഇത് എങ്കിൽ പലപ്പോഴും ഇന്നത്തെ രക്ഷിതാക്കൾ ചെയ്യുന്നത് ആ ഒരു ബോട്ടിൽ 1 ലിറ്റർ വെള്ളം നിറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളത്. അമിതമായ പ്രഷറും പ്രതീക്ഷകളും കൊടുത്ത് നമ്മുടെ മക്കളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നതാണ്. ഇപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു സമയം കൂടിയാണ്. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത എന്ത് കോഴ്സിന് പോകണം, നീറ്റ് എഴുതി കിട്ടിയില്ല, ജെഇ എഴുതി കിട്ടിയില്ല, റിപ്പീറ്റേഷന് പോകണം, അങ്ങനെ വലിയ സ്ഥാപനങ്ങളിൽ നല്ല ക്യാപിറ്റേഷൻ കൊടുത്ത് കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നു. കുട്ടികളുടെ ശ്രദ്ധയും അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യവും ഒന്നും അവിടെ പരിഗണിക്കുന്നില്ല. രക്ഷിതാക്കളുടെ വാശിയും അമിതമായ പ്രതീക്ഷയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ താല്പര്യ മേഖല ഏതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, അത് രക്ഷിതാക്കളായ നമ്മളല്ല തീരുമാനം. നമുക്കൊരു ബാധ്യതയുണ്ട് അവരെ കറക്റ്റ് പ്രോപ്പർ ചാനലിലൂടെ ചാനലൈസ് ചെയ്യുക എന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മൾ നേടാത്ത നേട്ടങ്ങളെല്ലാം എൻ്റെ മോനിലൂടെ എൻ്റെ മോളിലൂടെ നേടണമെന്ന വാശിയുണ്ടെങ്കിൽ ആ വാശി നമ്മുടെ മക്കളെ കൊല്ലുന്നതിലേക്ക് അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്കാണ് എത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ആ ടെസ്റ്റുകൾ നടത്തി പേഴ്സണാലിറ്റിയുടെ ലെവലുകൾ എവിടെയൊക്കെയാണ്, ഏത് മേഖലയിൽ എത്തിയാലാണ് എൻ്റെ മോനെ എൻ്റെ മോൾക്ക് ശോഭിക്കാൻ കഴിയുക, വിജയിക്കാൻ സാധിക്കുക, അതൊക്കെ ശാസ്ത്രീയമായ മേഖലകളും മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ വിലയിരുത്തണം എന്നാണ് ഒന്നുകൂടി അടിവരയിട്ട് എനിക്കും പറയാനുള്ളത് എന്നുള്ളതാണ്.